ഡെറോണിടെ നിന്നെത്ര വിളിച്ചിട്ട് കിട്ടില്ല, ഫോണെന്തോ സ്വിച്ച് ഓഫാ. ഞാൻ എവിടെയാണ്, നീ എങ്ങനെ അറിഞ്ഞു? എടാ നീ ഏത് സമയത്ത് എവിടേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നിനക്ക് മാത്രം എവിടെ നിന്നാണ് എത്ര ഉറപ്പ് കിട്ടുന്നത്? നീ ഇവിടെ ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ബെന്നി ബേക്കറി കയറി ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതിന് ഞാൻ വന്നപ്പോൾ ആരും കണ്ടില്ലല്ലോ. ഡേയ് ഞാൻ അവിടുത്തെ CCTV നോക്കി. CCTV എന്താ കാണാനാണ് വെച്ചേക്കണേ? നിൻ്റെ ഫോൺ എന്താ നീ ഓഫാക്കി വെച്ചേക്കണേ? ഒന്നുമില്ലടാ, ഈ ഫോൺ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നാലേ കുറച്ച് സമാധാനം കിട്ടും. ഇല്ല, നിനക്ക് ഈ ഫോൺ ഓഫ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം മാത്രം മതിയോ? ആഗ്രഹം ഇല്ലാഞ്ഞതല്ലടാ, എല്ലാ മനുഷ്യർക്കും അതല്ലേ ആഗ്രഹം. എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ഒന്നും. ഇവിടെ എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. നിനക്കിപ്പോൾ എന്താണ് പ്രശ്നം? ഞാൻ സ്ഥിതിയുടെ അടുത്ത് പൈസ വല്ലതും ചോദിച്ചാൽ? എടാ ഞാൻ നിവർത്തി കൊണ്ട് ചോദിച്ചു. നിനക്കറിയാമോ, ഞാൻ ആ ഗൾഫിലായിരുന്ന സമയത്ത് ഇവൻ ചോദിക്കുമ്പോൾ ഞാൻ കാശ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവൻ്റെ ഇല്ലാന്ന്, വേണേൽ പലിശയ്ക്ക് എടുത്ത് തരാമെന്ന്. എനിക്കിനി വയ്യടാ പലിശ കൊടുത്ത മുടിയേ. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ കൊടുത്തത്. എൻ്റെ സിറ്റുവേഷൻ ഇതായിപ്പോയി, അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ. നീ അത് വിട്. അവന്മാർ നിന്നെ പറ്റി ഞഞ്ഞാ കടന്ന് പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നീ അവന്മാരുടെ എല്ലായിടത്തും പൈസ വെച്ചല്ല, നീ എൻ്റെ അടുത്ത് എന്ത് ചോദിക്കത്തെ? ശരത്ത, നിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഞാൻ ഗൾഫിലിരുന്ന സമയത്ത് പോലും നീ എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പും ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിനക്ക് എൻ്റെ ചോദിച്ചു തുടങ്ങാം. എടാ നീ തരുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം എൻ്റെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് കാശ് തന്നവരും ഞാൻ കൊടുത്തവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. നീ ആ കൂട്ടത്തിൽ നിന്നെ കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിപ്പോൾ ഞാനിരുന്ന് കാശ് വാങ്ങിച്ചിട്ട് എനിക്ക് തരാൻ പറ്റാതായ അതൊന്നും ശരിയാവില്ല ശരത്തെ. എടാ അവന്മാർ നിന്നെ കൊച്ചാക്കൾ കണ്ടുകൊണ്ടിരിക്കുക എന്നെ കൊണ്ട് വരില്ല. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിന്നെ കഴിച്ചിട്ടുണ്ട്, കുറവായിരിക്കും. പിന്നെ എന്നെ കൊണ്ട് ഇപ്പോഴേ ഇത്രേ പറ്റൂ. എടാ ഇതൊക്കെ ഞാൻ എടേ എന്നെ സഹായിക്കപ്പെടേണ്ട ഒരു ദിവസം നിനക്ക് ഇനിയും വരും. എടാ നീ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നോക്കണ്ട. നീ ഗൾഫിൽ പോയ സമയത്ത് എന്താണ് വിചാരിച്ചത്? നീ രക്ഷപ്പെടുമെന്നല്ലേ വിചാരിച്ചത്? അതെന്താണെന്നറിയാമോ, നമ്മൾ ഈ നടു കടലിൽ ചെന്ന് പെടുമ്പോഴേ നമുക്കവിടെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം ഒരു ചെറിയൊരു വഞ്ചി തന്നിട്ട് അതിലൊരു ഓട്ടയിട്ട് എങ്ങനെ ഇരിക്കും, ആ അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. എടാ ഇത്രയും വലിയ ടൈറ്റാനിക് മുങ്ങി, പിന്നാണ് നിൻ്റെ ഇത്തിരി പോകുന്ന വഞ്ചി. നീ ഒരു കാര്യം ചെയ്യ്, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. വാ.